ഇത് നീലക്കൂട് വേലിയാണ്. ഇതിപ്പോൾ ഇവിടെയൊന്നും കിട്ടാനില്ല. ഇത് എനിക്ക് യാദൃച്ഛമായിട്ട് കൂടി കിട്ടിയതാണ്. വയമ്പ് കുഞ്ഞുങ്ങൾക്ക് നാക്ക് തിരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ നാക്കിനകത്ത് ഇത് അരച്ച് തേക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഇല പറിച്ച് തേക്കുന്നുണ്ട്. ഇത് നല്ല തണ്ടായിട്ട് വരും. ഇതൊരു വെറൈറ്റി മുളകാണ്. ഇത് ഗ്രേപ്സ് മുളക് എന്ന് വെച്ചാൽ മുന്തിരി മുളക്. ഇത് പിള്ളേർ കണ്ടാൽ പറയും മുന്തിരിയാണെന്ന് പറഞ്ഞ് കുറച്ച് തിന്നും, അവസാനം ബനയാവും. ഇത് സീത മുന്തിരി ഇപ്പോൾ എല്ലാവരും നാമകരണം ചെയ്യുന്നു. പണ്ട് എല്ലാ വിളകളിലും, നമ്മുടെ വീട്ടു പരിസരത്തുള്ള എല്ലാ വിളകളിലും ഇത് പണ്ട് കാട്ടുമുന്തിരിയായിട്ട് വന്നിരുന്നു. ഞാൻ ഒരു കർഷകനാണ്. മലയങ്കിരി പഞ്ചായത്തിലും മച്ചേര് മഹാത്മാ എന്നാണ് താമസം. എൻ്റെ പേര് പ്രേമകുമാർ. ഞാനിവിടെ 2.5 വർഷമായി ഒരു കൃഷിത്തോട്ടം രൂപീകരിച്ച് ഭംഗിയായി ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ, മാങ്കോസ്, ഇലന്തപ്പഴം, ചെമ്പടക്ക, അത്തി, അമ്പഴം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് വെച്ചേക്കുന്നത്. പിന്നെ മലക്കറി, പയറ്, പാവല്, പിന്നെ വെള്ളരി ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇട്ടിരുന്നു. ഇപ്പോൾ പാവലും പയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലൊരു കൃഷി തുടങ്ങാൻ കാരണം നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന അരിയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മലക്കറിയാണ് നമുക്കിന്ന് ഉപയോഗം. ആ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് വിഷാംശം ചേർന്ന സാധനങ്ങളാണ്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം ജൈവ കീടനാശിനി അടിച്ച് ജൈവ കൃഷിയായിട്ടാണ് ഇതുവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാറി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. പിന്നെ മീനിൻ്റെ ഗുണമിട്ടിട്ടുണ്ട്. മീനിൻ്റെ അതിൻ്റെ വേസ്റ്റ് വരുന്ന വെള്ളം അടിച്ച് കൃഷിക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ജൈവസാറി ഞാൻ ഉണ്ടാക്കിയാണ് ഒഴിക്കുന്നത്. പിന്നെ ട്രൈക്കോഡർമ ഉണ്ടാക്കി മൂടുകളിലിട്ട് അത് ചെയ്യുന്നുണ്ട്. വേറെ ഒരു വളവും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. കോഴിവളം പോലും ഇടുന്നില്ല. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പമണ്ണാക്ക്, പിന്നെ മിശ്രിതമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന തൈലമാണ് അടിക്കുന്നത്. തൈലം എന്ന് പറഞ്ഞാൽ വേപ്പല, പിന്നെ കാന്താരി മുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഒരു കുപ്പിക്കകത്തിട്ട് 7 ദിവസം കഴിഞ്ഞ് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞെടുക്കുന്ന ജൈവ കീടനാശിനിയാണ് ഞാൻ ഇതുവരെ ഉപയോഗിക്കുന്നത്. പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന ജൈവ കീടനാശിനി ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വാഴക്കൃഷി ഒരു 50 മൂട് വാഴ വെച്ചിട്ടുണ്ട്. അത് ഏത്തവാഴയാണ്. പിന്നെ വെറൈറ്റി വാഴകൾ 2-3 ഉണ്ട്. ഒന്ന് മൊന്തൻ, രേമന്തൻ, ഒന്ന് പൂജാക്കദളി, പിന്നെ റോബസ്റ്റ, ഇങ്ങനെ കുറേ വാഴകളും വെച്ചിട്ടുണ്ട്. പൂജാക്കദളിയൊക്കെ കിട്ടാൻ പാടാണ്. പക്ഷേ ഞാനൊരു കൂട് കിട്ടിയതിനെ കൊണ്ടുവച്ച് ഇപ്പോൾ എനിക്കൊരു 10-50 കൂടായി. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ജൈവ ഉൽപ്പന്നങ്ങളുണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നാളത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം. അതുപോലെ ഇതിലുള്ള ചെറുപ്പക്കാരായാലും ഇനി വരുന്ന തലമുറ ഇതിലേക്ക് കടന്നു വന്നാൽ, ഇപ്പം തന്നെ എനിക്ക് എൻ്റെ അറിവിൽ കുറേ തെങ്ങുകൾ മുറിച്ചിട്ട് റബ്ബർ വെച്ചവരുണ്ട്. ആ റബ്ബർ വെച്ച സമയത്ത് അന്ന് നല്ല കാശുണ്ടായിരുന്നു. കേരളീയൻ അങ്ങോട്ട് തിരിഞ്ഞു. അത് വരാൻ പാടില്ല. നമുക്ക് അന്നം വേണമെങ്കിൽ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷി ചെയ്താൽ അന്നം കിട്ടും. റബ്ബർ പാൽ കുടിച്ച് അന്നം കിട്ടൂല. റബ്ബർ പാലിന് വില കുറഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും അത് മുറിച്ചിട്ട് അടുത്ത് തെങ്ങ് വയ്ക്കാനുള്ള സംവിധാനം നോക്കുകയാണ്. തെങ്ങ് വെച്ചാൽ ഇപ്പോൾ മണ്ടരി പിടിച്ച് ചെല്ലിയും തുറന്ന് എല്ലാം പോവുകയാണ്. ഞാനിപ്പോൾ 12 മൂട് തെങ്ങ് വെച്ചതിൽ എനിക്ക് 1 മൂട് പോലും കിട്ടിയില്ല. അത്രയും ചെല്ലി കടിച്ചു പോയി. നമ്മുടെ തലമുറ, ഇനി വരുന്ന തലമുറ ജൈവ കൃഷിയിലേക്ക് തിരിയുകയും 5 മൂട് 1 മൂട് വാഴക്കന്ന് വെട്ടി വയ്ക്കാൻ വീട്ടിലെ കുടുംബനാഥനായ അച്ഛനോ അമ്മയോ പറഞ്ഞ് ഒരു മകനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 100% നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുതിച്ച് നടക്കാൻ പോകുന്നു, നടക്കണ്ട, കൃഷി നടത്തി ഒന്ന് 5 തമ്മാട്ടി എടുത്ത് വെട്ടി എക്സസൈസായി ഒരു വാഴക്കന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ ആദായവും കിട്ടി. ഇങ്ങനെ നമുക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ രാവിലെ ഇറങ്ങുന്നു, ബാറ്റ് കളിക്കാൻ പോകുന്നു. ബാറ്റൊന്നും കളിക്കണ്ട, 5 മൂട് മരിച്ചിനി കമ്പ് വെട്ടി വെച്ചു. എൻ്റെ അച്ഛൻ പണ്ട് കൊച്ചിലെ എന്നെ കൊണ്ട് 5 മൂട് മരിച്ചിനി കമ്പ് വെട്ടി വെച്ചതിലാണ് ഞാനിന്ന് ഇതിലേക്ക് വേണ്ടി ഇറങ്ങാനും എനിക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാനും മനസ്സ് വന്നു. എനിക്കിപ്പോൾ കൃഷിയിൽ പിന്നെ ആദായമില്ലാതെയല്ല, കപ്പ കൃഷി ചെയ്തു. അത് ഞാൻ 2 ആളുടെ ജോലി ചെയ്ത് ഒരു 2200 രൂപ എനിക്ക് ജോലിക്കൂലിയാവും. ഞാനൊരു 6000 രൂപയ്ക്ക് കൊടുത്തു. 8 മാസം ആകുമ്പോഴാണ്. അപ്പോൾ ആ 6000 രൂപയിൽ 4000 രൂപ എനിക്ക് മിച്ചം വന്നു. അതുപോലെ തന്നെ മീൻ കൃഷി ആദ്യത്തെ സബ്സിഡിയൊന്നും എനിക്ക് കിട്ടിയില്ല.
എങ്കിൽ തന്നെയും എനിക്ക് നഷ്ടം വന്നില്ല. സിലോപ്പിയാണ് ഇട്ടത്, രണ്ടാമത് വരാലിട്ടു. ഇപ്പോൾ വീണ്ടും ഞാൻ സിലോപ്പി ഇട്ടേക്കാണ്. സിലോപ്പിയിൽ എനിക്ക് 600 കുഞ്ച് വാങ്ങിച്ചതിൽ 400 കുഞ്ച് കിട്ടി. 200 എണ്ണം പോയി. അതിൽ ഫംഗസും കാര്യങ്ങളൊന്നാണ് പോയത്. അതിന് ഞാൻ മെഡിസിനൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ എല്ലാം കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കർഷകനായിട്ട് കാര്യമില്ല, കർഷകൻ എന്നുള്ളൊരു നിലവാരം അറിയുകയും കൂടെ വേണം. അതിനും എനിക്ക് നഷ്ടം വന്നില്ല. ആദ്യം വരാലിട്ടതിലും നഷ്ടം വന്നില്ല. ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് ഇതിനെ സെയിൽ ചെയ്തു. അപ്പോൾ അതിലെനിക്ക് ലാഭമല്ലാതെ നഷ്ടം വന്നില്ല. പയറിട്ടു, പയറിലും ലാഭമല്ലാതെ എനിക്ക് നഷ്ടം വന്നില്ല. അപ്പം കൃഷി ചെയ്യുന്ന എല്ലാത്തിലും ലാഭമല്ലാതെ നഷ്ടമൊന്നും വരില്ല. പക്ഷെ നമ്മൾ ലാഭം വേണമെന്ന് ശ്രമിച്ച് മുമ്പോട്ട് പോയാലേ കിട്ടുള്ളൂ. 200 രൂപയ്ക്ക് നമ്മളൊരു ധാന്യം കൊടുക്കുന്നിടത്ത് നമുക്ക് 250 രൂപയ്ക്ക് കൊടുക്കാം. ജൈവമാണെങ്കിൽ 250 രൂപയ്ക്ക് കൊടുക്കാം. ആ 250 രൂപ എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റെഡ് ലേഡി പപ്പായൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിവിടെ വച്ച് 50 രൂപയുടെ പപ്പായ 70 രൂപയ്ക്ക് വാങ്ങിക്കാൻ തയ്യാറുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ജൈവമാണെന്നുള്ള അവർക്കറിയാം. ഇവിടെ പയർ, പാവൽ ഇതൊക്കെ നമുക്ക് 20 രൂപയുടെ സാധനം 25 രൂപ അവർ തരാൻ തയ്യാറാണ്. പക്ഷേ ജൈവമായിരിക്കണം, നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചായിരിക്കണം. ഇത് ഒരു തട്ട് പാവലാണ്, അപ്പുറത്ത് ഒരു തട്ട് പയറിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ചേന വെച്ചിട്ടുണ്ട്. 4 വിയറ്റ്നാം പ്ലാവ് അടി സൈഡിൽ വെച്ചിട്ടുണ്ട്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി കായ്ക്കുന്ന പ്ലാവാണ്. ഇത് ഗ്രേപ്സ് ആണ്, നീല ഗ്രേപ്സ്. അതിൽ കാൾ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ, 1.5 വർഷമേ ആയുള്ളൂ. ഇത് ചുവപ്പ് ഗ്രേപ്സ് ആണ്. അപ്പോൾ വീണ്ടും തൈകൾ വാങ്ങിച്ചു വെച്ചേക്കാണ്. ഗ്രേപ്സിൻ്റെ 2 എണ്ണം വീണ്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് നടാനുള്ള തീരുമാനമാണ്. ഇത് സ്ട്രോബെറി പേര. ഇത് അപ്പുറത്തും സ്ട്രോബെറി പേരയാണ്. ഇത് കായ്ച്ച് കായ അടത്തും. ഇതെല്ലാം 2.5 വർഷമായ തൈകളാണ്. കായ്ക്കകത്ത് സ്ട്രോബെറി കളറാണ്. ചെറിയ കായാണ്. ഇത് ബറാബ. ഇതിൽ കാ വലുതാവും, പക്ഷെ തടിയാവാത്തതുകൊണ്ടാണ് കാ വലുതാവുന്നത്. നമ്മുടെ നാട്ടിലല്ല, ഇതെല്ലാം വെളിരാജ്യത്തെ ഫ്രൂട്ടുകൾ തന്നെല്ലാം. ഈ ഫ്രൂട്ട്സ് എല്ലാം വെളിരാജ്യത്തുള്ളതാണ്. ഇത് തൈ ആയതുകൊണ്ടാണ് ഈ കാ. ഇത് വലുതാവും. തടി മുറ്റി വരുമ്പോൾ കാ നല്ല വലുപ്പമായിരിക്കും. ഇത് കഴിക്കുമ്പോൾ ഒരു മധുരവും പുളിപ്പുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് 2.5 വർഷം ആയുള്ളൂ. 2 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങിയതാണ്. ഇത് തൈയാണ്. ഇത് എന്നുവെച്ചാൽ നമ്മളെ സറിയുടെ ഇതിലാണ് ഇതെല്ലാം റെഡിയായി വരുന്നത്. സറിയാണ് ഇതിൻ്റെ കൂട്ടുമിശ്രിതം എന്ന് പറയുന്നത്. അത് കിട്ടിയാലേ ഇവൻ കായ്ക്കുള്ളൂ, പൂവും കായോടുള്ളൂ. ഇവർ DAP എന്നൊക്കെ പറഞ്ഞൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. DAP ആണ് നമുക്ക് വളക്കൂട്ടായിട്ട് അവർ പറഞ്ഞു തരുന്നത്. നമുക്കത് പറ്റില്ല. എന്ന് വെച്ചാൽ പൂവും കായും വരാൻ വേണ്ടി ഞാൻ സറിയാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സറിയുടെ മുതൽക്കൂട്ട് എനിക്ക് 2.5 വർഷം കൊണ്ട് കിട്ടുകയും ചെയ്തു. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കായ്ച്ചു. ഇത് കഴിച്ചിട്ട് പാവയ്ക്ക് കഴിച്ചാലും മധുരമായിട്ട് തോന്നുന്നു. ഇതിൽ 5-6 കാ കിട്ടി. എൻ്റെ മക്കൾ തിന്നു. അവർ തിന്നിട്ട് രണ്ടാമത് എന്തോ കഴിച്ചപ്പോൾ പറഞ്ഞ് ഭയങ്കര മധുരമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മക്കളെ ഇത് അങ്ങനെയാണ് സാധനം, അവർക്കറിയില്ല. ഇത് അബിയു. ഇതെല്ലാം പൂത്തു, പക്ഷേ ഇപ്പോഴത്തെ പൂ പിടിച്ചില്ല. അടുത്ത പ്രാവശ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. 2.5 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കൽ ഫ്രൂൺ ചെയ്ത് വിട്ടതാണ്. ഇത് കാരയാണ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മൂട് കാര ഉണ്ടായിരുന്നു. ഇത് ഒരു വെറൈറ്റി കാരയ്ക്കയാണ്. ഇത് നീലയാണ് കാരയ്ക്ക. ഇതും കാരയാണ്. ഇത് ചുവപ്പാണ്. ഓരോന്നിനും ഓരോ വെറൈറ്റിയാണ് ഞാൻ തപ്പി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു മരത്തിന് അടുത്തൊരു മരം അത്തിയാണ്. ഇത് ഞാൻ ഒരു തൈ വെച്ച് പട്ടതുകൊണ്ട് രണ്ടാമത് വാങ്ങി വെച്ചതാണ്. ഇതും ജപ്പാൻ പേരയാണ്. അത് വെള്ള, ഇത് ചുവപ്പ്. ഇത് ഒരു വെറൈറ്റി പേരയാണ്. 2 ഐറ്റമാണ്. എന്ന് വെച്ചാൽ ഇതിൽ വെള്ള കളറിലുള്ള കായും വരും, നമ്മുടെ സാധാ പേരയുടെ കായും വരും. ഇത് രണ്ടും കൂടെ ബഡ് ചെയ്ത തൈയാണ്. അപ്പോൾ അത് കുറേ കാച്ചു, ഇപ്പോൾ വീണ്ടും തിളക്കുന്നുണ്ട്. ഇത് ഇളന്തപ്പഴം, ഡിയർ ആപ്പിൾ എന്ന് പറയും. അത് കാൾ പിടിച്ചു, ഇപ്പോൾ അടുത്ത് വീണ്ടും തിളക്കുകയാണ്. ഇത് ഓൾ സീസൺ മാവാണ്. എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും ഇതിൽ കാ കാണും. പക്ഷേ അതായില്ല. ഒരു 4 മാസം കിട്ടി ആദ്യത്തേൽ. പിന്നെ അതിന് താവരം വന്നില്ല. ഇനി അടുത്ത് സ്ലറിയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വരുമ്പം വീണ്ടും തിരക്കും. ഇത് വെൽവെറ്റ് ആപ്പിൾ. വെൽവെറ്റ് ആപ്പിൾ എന്നാണ് ഇതിനെ പറയുന്ന നാമകരണം. പക്ഷേ ഇതിൽ നല്ല കായാണ്. ഞാൻ കണ്ടതിൽ നല്ല കാ. പക്ഷേ വേറെ ഞാൻ അവിടെ മരത്തിൽ കണ്ടാണ് ഇത് വാങ്ങിച്ചുകൊള്ളുന്നത്. ബുഷ് ഓറഞ്ച്. ഇത് കാ പിടിച്ചിട്ടുണ്ട്. ഇത് അമ്പഴമാണ്. അമ്പഴത്തിൻ്റെ കാ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് മാങ്ങാക്കറിയെക്കാട്ടിയും ടേസ്റ്റാണ് എൻ്റെ കറി വെച്ച് കഴിക്കുക. അച്ചാറിന് ബെറ്റർ സാധനമാണ്. നല്ല നാരുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ കൂടെ മാങ്ങാക്കറി പോലും പറ്റില്ല, അത്ര ടേസ്റ്റാണ്. ഇത് ചെമ്പടക്ക, ആഞ്ഞിലി വർഗത്തിൽപ്പെട്ടതാണ്. ഇതിലിപ്പോൾ കായകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കള്ളക്കായകളാണ്. നല്ല കായകൾ ഇങ്ങനല്ല, തടിയിലാണ് വരുന്നത്. പക്ഷേ ഇത് കണ്ടമാനം കാ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചക്ക പോലെ എടുത്ത് തറയിൽ വെച്ചിട്ട് അതിൻ്റെ പുറംതൊലി ഉരിച്ച് നമുക്ക് അതിന് അയണിച്ചക്ക പോലെ കഴിക്കാം. വലിയ ചുളയായിരിക്കും. ലെമൺ ഓറഞ്ച്. ഇത് 2 മൂടുണ്ട്. അതിൽ കായുണ്ട്. ഉണ്ട്. ഇത് നാരങ്ങ വെള്ളത്തിന് പകരം ഇത് പിഴിഞ്ഞ് ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റിൽ കഴിക്കാം. ലെമൺ ഓറഞ്ച്. ഇത് തടി ആയിക്കഴിഞ്ഞാൽ, മരം ആയിക്കഴിഞ്ഞാൽ കണ്ടമാനം കായ്. നമ്മുടെ വീട്ടാവശ്യത്തിന് പോയിട്ട് മിച്ചം വരും. റോഡ് സൈഡ് വെച്ച് വിൽക്കാം. ആരും വാങ്ങിക്കും. എന്ന് വെച്ചാൽ നാരങ്ങ പിഴിയുന്നതിന് പകരം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 1/2 കിലോ വാങ്ങിച്ചുകൊണ്ട് അവന് സുഖമായിട്ട് 2 ദിവസത്തേക്ക് വരും, 2-3 ദിവസത്തേക്ക് ഇരിക്കും. ഇങ്ങനെയുള്ള വെറൈറ്റി അതാണ് കൂടുതലും നമ്മൾ വച്ച്
എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് വലുതായിട്ടുള്ള ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആദായം നേരത്തെ എടുക്കാം. വലിയ നാരകമാണ്, മുടിച്ചു കുത്തിയല്ല. ഇത് അങ്ങനത്തെ നാരകമാണ്, നമ്മൾ കടകളിൽ ഇരിക്കുന്ന അതേ നാരകമാണ്, മാതള നാരകം പോലത്തെ. മാതളമല്ല, നാരകം, വലിയ നാരകം. ഇത് കോട്ടുകോണം, നമ്മുടെ പഴയ വരിക്ക മാങ്ങ എന്ന് പറയും. ഇവിടുത്തെ നാട്ടിൻ പ്രദേശങ്ങളിൽ വരിക്ക മാങ്ങ എന്ന് പറയുന്നത് കോട്ടുകോണം. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഒരു മാവെങ്കിലും കാണും, വരിക്ക മാവ്. അതാണിപ്പോൾ കോട്ടുകോണമായി മാറി. ആ കോട്ടുകോണം മാവ് കാച്ചു. 2.5 വർഷം ആയുള്ളതെല്ലാം. ഇത് ഐസ്ക്രീം ഫ്രൂട്ടാണ്. ഇതുവരെ കായ്ച്ചില്ല. ഇത് നല്ല വാളം പുളി പോലെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം അതിനകത്ത് ഐസ്ക്രീമിൻ്റെ ചെറിയ മധുരം ഉണ്ടാവുമെന്ന് പറയുന്നു. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ആയതിന് ശേഷം നമുക്കതിൻ്റെ പരീക്ഷണം നടത്താം. ഇപ്പോൾ ഈ മീൻ വേസ്റ്റിൻ്റെ വെള്ളം നമ്മൾ അവിടെ നിന്ന് അടിച്ചു വിടുന്നതാണ്. ഓരോ തൈകളുടെയും മൂടുകളിൽ ഇങ്ങനെ ഓസിട്ട് അവിടെ നിന്ന് ടാങ്ക് വെച്ചിട്ട് ടാങ്കിൽ നിന്ന് ഓസിട്ട് നേരെ അടിച്ചു വിടും. അതിൻ്റെ വേസ്റ്റിലുള്ള ഒരു കുടിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ആകുന്നത്. അപ്പോൾ വിഷാമിൻ ആസിഡ് ഉണ്ടാക്കുന്നതിന് പകരമാണ് നമ്മളിത് അടുത്ത് ഉപയോഗിക്കുന്നത്. റംബൂട്ടാനാണ്. 180 ആണെങ്കിൽ കൊലക്കണക്കിന് തൂങ്ങിക്കായ്ക്കുന്ന ഒരു സാധനമാണ്. അവിടെ ഒറ്റയും തെറ്റിയും വരുന്നതല്ല, കൊലക്കണക്കിന് തൂങ്ങിക്കായ്ക്കും. ഇപ്പം മഴ പിടിച്ചതുകൊണ്ട് പൂള് കംപ്ലീറ്റ് തൊഴിഞ്ഞാണ്, നിറച്ച് പൂത്തു. നമുക്കൊക്കെയാണ് മെയ് മാസമൊക്കെ ആകുമ്പോൾ വരുന്നത് ഇവിടങ്ങളിലൊക്കെ. പക്ഷേ ഇടുക്കി അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ ഏപ്രിൽ മാസത്തിലേ പൂവിട്ട് തുടങ്ങും. ഇത് നീലക്കൊടുവേരിയാണ്. ഇതിപ്പോൾ ഇവിടെയൊന്നും കിട്ടാനില്ല. ഇത് എനിക്ക് യാദൃച്ഛമായിട്ട് ഒരു മൂട് കിട്ടിയതാണ്. അതിനെ കൊണ്ടൊന്ന് പരിപാലിച്ചങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഇപ്പം കേരളത്തിനകത്ത് വളരെ ചുരുക്കമാണ്. ഇത് വയമ്പാണ്. ഒരു മൂട് കിട്ടി അതിനെ കൊണ്ട് വച്ചേക്കാണ്. എല്ലാ ഐറ്റങ്ങളിലും ഓരോന്ന് വെച്ചിട്ടുണ്ട്. വയമ്പ് ഔഷധം കൂടെ വേണ്ടി നമുക്ക്, അതുകൊണ്ട് കുറച്ച് ഔഷധത്തിൻ്റെയൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. വയമ്പ് കുഞ്ഞുങ്ങൾക്ക് നാക്ക് തിരിഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ നാക്കിനകത്തത് അരച്ച് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഇല കുറച്ച് കഴിക്കുന്നുണ്ട്. ഇത് നല്ല തണ്ടായിട്ട് വരും. ഇത് മീരാമരിയാണ്. ഇത് നമ്മുടെ നാടുകളിലൊക്കെ വംശനശീകരണം വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അത് ഒരെണ്ണം കിട്ടി അതിനെ കൊണ്ട് വച്ചു. യഥാർത്ഥത്തിൽ കുറച്ച് നമ്മുടെ ഔഷധ സസ്യങ്ങളൂടെ കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് ഇടവിള കൃഷിയായിട്ട് അങ്ങ് പോകുന്നതായിരുന്നു. ഇത് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴ, എല്ലാ കറ്റാർ വാഴകളും കഴിക്കുന്ന കറ്റാർ വാഴയും കഴിക്കാത്ത കറ്റാർ വാഴയുണ്ട്. ഇത് നമുക്ക് പച്ചയ്ക്ക് ഒടിച്ച് ഇതിൻ്റെ ജെല്ല് നാക്ക് വഴി കഴിക്കാം. കയ്പില്ല. ഇത് കയ്പില്ലാത്ത കറ്റാർ വാഴയാണ്. ഇത് പിസ്ത, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പിസ്തയാണ്. നമ്മളെ പാക്ക് പോലെ തൂങ്ങിക്കിടക്കും. അങ്ങനെ അത് കണ്ടാണ് വാങ്ങിച്ചത്. കാച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു തൈ വാങ്ങിച്ചത്. വളരുന്ന തൈയാണ്. വളരുന്ന തൈയാണ്, കായ്ഫലം ഉണ്ടാവും. ഇത് സീതമുന്തിരി ഇപ്പോൾ എല്ലാവരും നാമകരണം ചെയ്യുന്നു. പണ്ട് എല്ലാ വിളകളിലും, നമ്മുടെ വീട്ടു പരിസരത്തുള്ള എല്ലാ വിളകളിലും ഇത് പണ്ട് കാട്ടുമുന്തിരിയായിട്ട് നിന്നിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ മുന്തിരിയായിട്ട് നിന്നിരുന്നു. ഇപ്പോൾ അത് സീതമുന്തിരിയായി. അതിലും 2 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അകത്ത് പാല് പോലെ ഇരിക്കും. നല്ല മധുരമാണ്. പിന്നെ ചെറിയ കുരുകളാണ്. അത് നല്ല ടേസ്റ്റാണിത്. പക്ഷേ എല്ലാ പുരയിടത്തിലും പണ്ടുണ്ടായിരുന്നു. പണ്ട് കാട് പോലെ നടന്നതാണ്. ഇപ്പോൾ അതെല്ലാം വംശനശീകരണമായി. ഇപ്പോൾ സീതമുന്തിരിയായിട്ട് അതിനെ നാമകരണം ചെയ്തു. വരുന്നത് നമ്മുടെ കടകളിൽ ചെന്നാൽ 1 കിലോയ്ക്ക് 200 രൂപ 300 രൂപ വിലയാണ്. അതിപ്പോൾ ഞാൻ അതും 2 മൂട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് കായ്ഫലമായി. ഇതൊരു 6 മാസം നമ്മൾ തൈ വെച്ചൊരു 6-7 മാസമാകുമ്പോൾ തന്നെ കായ്ഫലം തുടങ്ങും. വരം ചെയ്യാനായി പഴുത്തെന്ന് പറയുന്നത് ചെറിയ മഞ്ഞ കളർ. ഇതെല്ലാം വിടർന്ന് ഈ കായെല്ലാം ഇങ്ങനെ വികസിച്ച് ഇതിൻ്റെ വരിക്കളെല്ലാം വികസിച്ച് നല്ല മഞ്ഞ കളറുകൾ. മക്കൾക്കെല്ലാം, കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു പഴമാണ്. ഇത് പഴയ ചാപ്പാണം തെങ്ങെന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു കൊലയിൽ 10-25 എണ്ണം കാണും. 10-25-30 എണ്ണം കാണും. പിന്നെ കുഴിയിൽ താത്ത് നിർത്തിയാണ് ഇത് നടുന്നത്. കുഴിയിൽ നിന്ന് പൊങ്ങി വരുമ്പം ഒരു 5 അടിക്കകത്ത് വരുമ്പം തന്നെ ഒരു കായ്ഫലം ഉണ്ടാകുന്നതാണ്. നമ്മുടെ പുരയിടത്തിലൊന്നും ഇതൊന്നും ഇല്ല ഇപ്പം ഞാനിപ്പോൾ ഒരു കൂടി കിട്ടി അതുകൊണ്ട് വച്ചേക്കാണ്. ഇത് ജംബോട്ടിക്ക എന്ന് പറഞ്ഞാൽ മരമുന്തിരി. ഇത് 3600 രൂപയ്ക്ക് ഒരു 3 മാസമേ ആയുള്ളൂ വാങ്ങിച്ചിട്ട്. ഈ 3 മാസമായ തൈയാണിത്. ഇത് മരത്തിലാണ് കാപിടിക്കുന്നത്. മുന്തിരിയുടെ കുല പോലെ നിൽക്കും. ഇതാണ് മരം. ഇതെന്ത് മരം എന്നറിയാമോ? കായത്തിൻ്റെ തൈയാണ്. കായം, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കായം. ഇതിൻ്റെ കറയെടുത്താണ് മൈദമാവിൽ ചേർത്ത് കായമായിട്ടിവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കായം ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഒരു തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോ വെറൈറ്റി അങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മരമായി അതിൽ നിന്ന് കറയെടുത്താണ് നമുക്ക് മൈദമാവിൽ ചേർത്ത് കറിക്ക് തരണം. പക്ഷേ യഥാർത്ഥ സാധനം നമുക്കധികം കിട്ടുന്നില്ല. മൈദയല്ലേ പകുതി കിട്ടുള്ളൂ. യഥാർത്ഥ നല്ല സാധനം നമ്മളുണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ഒരു 6 വർഷമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ചെത്ത കറയെടുക്കാം. ആ കറയെടുത്ത് വെച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൊടുക്കാം. ഇത് നമ്മളെ എല്ലാ വീടുകളിലും വയ്ക്കാം. ഒരു കായ കൊണ്ട് എന്ത് നമുക്ക് എടുത്തുകൂടി. ഇതൊരു 150 രൂപ 200 രൂപ വില. വാങ്ങിച്ചുകൊണ്ട് വെച്ചു. പരിപാലിച്ചാൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാളെ.
വെത്തുലോപ്പിയും സാധാ തിലോപ്പിയും ഇട്ടേക്കുന്നത്. 24 അടി നീളം 8 അടി വീതി ഇത് കണക്കാക്കിയാണ് ഫിഷ് ടാങ്ക് എടുത്തേക്കുന്നത്. ഇതിൽ ടാർപോളിൻ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുത്തിയതാണ്. ഈ ആലപ്പുഴയിൽ നിന്ന് വരുത്തി ടാർപ്പ് ഇട്ട് വെള്ളം അടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കള്ളിക്കാടെന്ന് ഡാമിൽ നിന്ന് ഫിഷറീസിൻ്റെ ഓപ്പിൽ നിന്ന് 600 മീൻ കുഞ്ചെടുത്തു. ഇത് പൈസ ആയെങ്കിലും അതിൽ ആദായം എടുക്കാം. ഇത് അതിന് നമ്മൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇലകൾ കെട്ടിയിട്ട് കൊടുക്കും. മരിച്ചിനി ഇല, ചേമ്പല, കപ്പയില ഇങ്ങനെയുള്ള ഇലകൾ കെട്ടിയിട്ട് കൊടുത്ത് അത് കടിച്ച് തിന്നും. ആ വേസ്റ്റ് വെള്ളം അടിച്ചങ്ങ് വറ്റിച്ചിട്ട് അടുത്ത് വെള്ളം ഇറക്കി pH നോക്കിയിട്ട് തിരിച്ചു വിടും. pH നോക്കിയിട്ട് pH കുറവാണെന്നുണ്ടെങ്കിൽ ഉടനെ കുമ്മായം എന്തെങ്കിലും കലക്കി ഒഴിക്കും. ഇത് ഒരു മാസത്തെ വളർച്ചയായുള്ളൂ. മീൻ കൃഷി ലാഭകരമാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, മീൻ കൃഷിയിൽ നട്ടം വരാതെ സൂക്ഷിക്കേണ്ടത്. ഇതിന് ഫംഗസ് വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. എനിക്കൊരു 200 ചത്തു. പെട്രാസൈക്കിൾ എന്നും പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, അത് വാങ്ങി കലക്കി ഒഴിച്ചു നടത്തിയിടും. അങ്ങനെ ഫംഗസ് മാറി. ഇതിനെല്ലാം കൂടെ ഏകദേശം 80,000 രൂപ കവിഞ്ഞു. ഇതൊരു വെറൈറ്റിയാണ്, പൂജാ കദളിയാണ്. ഇവിടെ എങ്ങുമില്ല. ഇത് ഒരു കന്ന് എനിക്ക് കോട്ടൂർ വനത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു വെറൈറ്റി മുളകാണ്. ഇത് ഗ്രേപ്സ് മുളക് എന്ന് വെച്ചാൽ മുന്തിരി മുളക്. ഇത് പിള്ളേർ കണ്ടാൽ പറയും മുന്തിരിയാണെന്ന് പറഞ്ഞ് കുറച്ച് തിന്നും, അവസാനം വിലയാവും. ഇത് മുളകാണ്. കണ്ടാ മുന്തിരി. മൂന്ന് കുട്ടികളുണ്ട്. നേരത്തെ 2 ഉണ്ടായിരുന്നു, അത് കൊടുത്തു. 5 ഉണ്ടായിരുന്നു. 5 ഇപ്പോൾ 2 ആടും 3 കുട്ടികളുമുണ്ട്. പിന്നെ കുറച്ച് കോഴിയുണ്ട്. കോഴിക്കും രാവിലെ ആകുമ്പോൾ അതിന് തീറ്റയിടും, നാട്ടിൻ്റെ കാര്യങ്ങൾ നോക്കും. എൻ്റെ ജീവിതശൈലി കാർഷിക ശൈലി എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ഒരു സാരി ഉണ്ടാക്കാൻ പോവാണ്. ഈ സാരിയാണ് എൻ്റെ ഈ തൈകൾക്ക് മൊത്തം ഞാൻ ഉപയോഗിക്കുന്നത്. ട്രൈക്കോഡർമ ഇട്ട് 3 മാസം കഴിഞ്ഞ് പിന്നെ സാരി ഒഴിച്ച് അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഫിഷാമിൻ ആസിഡ് ഉണ്ടാക്കി അതൊഴിച്ച് ഇങ്ങനെയാണ് നമ്മുടെ ഈ തൈകൾക്ക് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു കൂട്ടം സാരിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വേപ്പമുണ്ണാക്ക്. ഇത് കടലപ്പുണ്ണാക്കാണ്. 10 കിലോ കടലപ്പുണ്ണാക്ക്. എല്ലുപൊടി എല്ലുപൊടി 10 കിലോ. വേപ്പും പുണ്ണാക്ക് 10 കിലോ. അതിൽ വേപ്പും പുണ്ണാക്ക് ഇത്ര തന്നെ. ശർക്കര 1 കിലോ. നമ്മളിപ്പം 10 കിലോ എല്ലുപൊടി, 10 കിലോ വേപ്പമുണ്ണാക്ക്, 10 കിലോ കടലപ്പുണ്ണാക്ക്, 1 കിലോ ശർക്കര, ഇത്രയും സാറിക്ക് വേണ്ടി തയ്യാറ്. അരട്ടാങ്ക് വെള്ളം, അരട്ടാങ്ക് തികച്ചായിട്ടില്ല, അരട്ടാങ്ക് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. ഈ അരട്ടാങ്ക് വെള്ളത്തിൽ നമ്മൾ ആദ്യം വലത് വാക്കലാണ്. ഡെയിലി ഇതുപോലെ മൂടി ഇളക്കി വലത് വാക്കിളക്കി വരും. തിരിച്ച് 7ൻ്റെ അന്ന് വീണ്ടും മൂടി ഇളക്കി ഇടത് വാക്കിളക്കി പോകും. അങ്ങനെ 7 ദിവസം ഇടത് വാക്ക്. അങ്ങനെ 15ൻ്റെ അന്നും സാരിയാവും. ആ സാരിയെ 1 ലിറ്റർ സാരി എടുത്ത് അതിന് ഇരട്ടിക്കിരട്ടി വെള്ളം ചേർത്ത്, എന്ന് വെച്ചാൽ 5 ലിറ്റർ വെള്ളം വരെയും ചേർക്കാം. ചേർത്ത് ഓരോ തൈകളുടെ മൂടുകളിലും 2 അടി മാറ്റി ഒഴിച്ചാണ് ഞാനിതിരെ കൃഷി ചെയ്യുന്നത്. എന്നെ ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ വിശ്വനാഥ സാറാണ്. വിശ്വനാഥ സാറ് പിന്നെ ഇപ്പം വിഴിഞ്ഞത്താണ് താമസിക്കുന്നത്. നേരത്തെ അങ്കമാലി ആണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം. അവിടെ നിന്ന് കാറിൽ ഇവിടെ വന്ന് എനിക്ക് കുറച്ച് കീര വിത്ത് തന്നു. അതാണ് കർഷക സ്നേഹബന്ധമുള്ളൊരു വ്യക്തിയാണ് വിശ്വനാഥ സാർ. അന്ന് അവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് കാറിൽ വന്ന് എനിക്ക് റാത്താങ്കര ചീരയുടെ വിത്ത് തന്നിട്ട് പോയി. അതാണ് കർഷകൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ ജൈവത്തിൻ്റെ കീടനാശിനികൾ 2-3 ഐറ്റം വാങ്ങിച്ചു. അതെല്ലാം ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കീടങ്ങളൊന്നും ഇപ്പം വലുതായിട്ട് വരുന്നില്ല. ഈ കീടനാശിനി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് ചേന വിത്ത്, ഗജേന്ദ്ര ചേന എന്ന് പറയും, ഇതാണ് ഗജേന്ദ്ര ചേന. അപ്പോൾ അദ്ദേഹം എനിക്കിത് കൊണ്ട് തന്നേക്കുകയാണ്.
അത്ര സ്നേഹമായിട്ടെന്ന് വെച്ചാൽ കാർഷികത്തോട് അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിത്വമായി ഞാൻ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഇത് വയനാടൻ മഞ്ഞളാണ്. ഞാനിവിടെ പ്രതിഭാമഞ്ഞൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ വയനാടൻ മഞ്ഞൾ കൊണ്ടുവന്ന് വയനാടൻ ഹൈബ്രിഡ് വയലോറിഡാണ്. അവിടെ തന്നെ കർഷകരുടെ ഇത് അവിടുന്ന് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കണമെങ്കിൽ ഇത് എത്രത്തോളം കർഷക പ്രേമം ഉള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വയനാടൻ ഇഞ്ചിയാണ്. ഇത് വയനാടൻ ഇഞ്ചി. ഞാനിത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. പൂജാക്കദളിയാണ്. ഞാൻ വിശ്വനാഥ്, വിശ്വ ഓർഗാനിക്സ് എന്ന സ്ഥാപനം നടത്തുന്നു. കർഷകരെ ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൈവ കീടനാശിനിയും സൂക്ഷ്മാണുവളവും നിർമ്മിക്കുന്നുണ്ട്. ഇത് ഒരു ജൈവ കീടനാശിനിയാണ്. ഇത് 12 ആയുർവേദ മൂലികകളും എരിക്കിൻ്റെ സത്താണ് ഇത് മെയിനായിട്ടുള്ളത്. എരിക്ക് വാറ്റിയെടുത്ത് അതിനകത്ത് ഈ മൂലകങ്ങളും ചേർത്തിട്ടുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പുഴുവിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, വളർച്ചയും ത്വരിതപ്പെടുത്താം. ഇത് പഴയ നാടൻ തെങ്ങ് പോലെയാണ്. TNTD. ഇത് നമ്മുടെ കരിച്ച വലുതായിട്ട് കയറില്ല. ഇതിന് മധുരം കുറവാണ് മൺകൈക്ക്. അതുകൊണ്ടാണ് ഈ നാടൻ തൈന്ന് ഉപയോഗിക്കാനുള്ള കാരണം. ട്രൈക്കോഡർമ ഉണ്ടാക്കാനാണ് പോകുന്നത്. ട്രൈക്കോഡർമ കൂട്ടുവളം. അപ്പോൾ അതിൽ 90 കിലോ ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ വേപ്പം പുണ്ണാക്ക് 10 കിലോ വേപ്പം പുണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ. ഇതൊരു കൂൺ വിത്താണ്. ഈ കൂൺ വിത്ത് മുളച്ച് ഇതൊരു ജീവാണുവാണ്. ഇത് നമ്മൾ 90 കിലോ ചാണകപ്പൊടി, 10 കിലോ വേപ്പം പുണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ ഇത്രയും ഇട്ട് 3-4 ഇളക്കുന്നുണ്ട്. ഇളക്കുന്നത് ഭംഗിയായി ഇളക്കി എല്ലാം ക്ലിയറായി ഇളകി വരണം. ഇത് വെള്ളം ട്രൈക്കോഡർമയ്ക്ക് പരുവത്തിന് കണക്കാക്കി വെള്ളം തളിച്ച് മറിച്ച് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈർപ്പം മാത്രം കയ്യിൽ തട്ടും. ആ കണക്കിന് കൂട്ടുവളമാക്കി എടുക്കും. ഈർപ്പം മാത്രമേ നിൽക്കുള്ളൂ, മിക്കിരി പോലെ നിൽക്കും. അതിന് മറിച്ച് എല്ലാം കൂട്ട് ആക്കിയിട്ടും കൊണ്ട് തിരിച്ച് അതിനെ പേപ്പറോ ചണച്ചാക്കോ ഇട്ട് മൂടി അതിൻ്റെ പുറത്ത് 7 ദിവസം സ്പ്രേ ചെയ്ത് വെള്ളം അടിക്കും. വെള്ളം അടിച്ച് 7ൻ്റെ അന്ന് വീണ്ടും ആ കൂട്ടുവളം ഒന്നുകൂടെ മറിക്കും. മറിച്ച് വീണ്ടും 15ൻ്റെ അന്ന് ആ വളം നമ്മൾ തൈകൾക്ക് ഉപയോഗിക്കാൻ എടുക്കും. അപ്പോൾ ട്രൈക്കോഡർമ പരുവമായി കറക്റ്റ് അതിൻ്റെ മിശ്രിതം മുകളിലായിട്ട് കാണാം. നമ്മൾ കൂട്ടുവളമാക്കിയല്ലോ, കൂട്ടുവളമാക്കി കൂന കൂട്ടി വെച്ചു. ഇനി അതിൻ്റെ മീതെ ന്യൂസ് പേപ്പർ, നമുക്ക് ചണച്ചാക്കില്ല, അതും ന്യൂസ് പേപ്പറാണ് വയ്ക്കുന്നത്. ന്യൂസ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് പൊതി മൊത്തം കൂട്ടായി അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ ഇട്ട് നിരത്തി. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും വെള്ളം അടിക്കുകയാണ്. 7 ദിവസം ഇങ്ങനെ വെള്ളം അടിച്ച് 7ൻ്റെ അന്ന് നമ്മളെടുക്കും. ഈ 7 ദിവസം അടിക്കുന്ന വെള്ളത്തിൽ ഇതിൽ വരുന്ന സ്രാറി ഊറി വരും. ഈ സ്രാറി ഈ ഓസ് ഈ പൈപ്പ് വെച്ച് ഇതിനകത്താക്കി ഡിഷിൽ പോവും. ഇതിൻ്റെ സ്രാറി, ആ സ്രാറി വേണമെങ്കിൽ അതിൽ വീണ്ടും ഒഴിക്കാം, ഇല്ല എങ്കിൽ നമുക്ക് തൈകൾക്ക് ഒഴിക്കാം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലങ്ങളിൽ പ്രോത്സാഹനോടെ കൊടുക്കണം, എങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. കൃഷിഭവനായാലും ശരി, ബ്ലോക്കായാലും ശരി, ബ്ലോക്ക് അതിലായാലും ശരി, ഒരു വാർഡ് മെമ്പറുണ്ട്. ആ വാർഡ് മെമ്പറുടെ പറഞ്ഞിട്ട് ആ ഏരിയയിലുള്ള തരിശു ഭൂമി കംപ്ലീറ്റ് കണ്ടെത്തിയിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ ആ തരിശു ഭൂമിയിൽ അല്ലെങ്കിൽ പാട്ടത്തിന് വാങ്ങിച്ചു കൊടുക്കും മറ്റൊരാൾ. ഇപ്പോൾ 5000 അവന് തരിശു കിടക്കില്ലേ, 5000 പാട്ടത്തിനായാലും 1 ഏക്കർ വസ്തു ഉണ്ട്, 5000 പാട്ടത്തിനായാലും ആ കർഷകനും രക്ഷപ്പെടും,
ഇയാൾക്കും ആ വിള നേരെ കിടക്കും. പക്ഷേ ഇതല്ല ഇവിടെ ചെയ്യുന്നത്. ആ കർഷകൻ ഒന്ന് ചോദിക്കുമ്പോൾ 50,000 രൂപ വേണം, 1,00,000 രൂപ വേണം. അങ്ങനെയല്ല. സർക്കാർ പഞ്ചായത്ത് എടുത്ത് കൊടുക്കണം. പഞ്ചായത്ത് എടുത്ത് അടുത്ത കർഷകനെ ഏൽപ്പിക്കണം. 5,000 രൂപ തന്നാൽ മതി, ദരിശനാക്കൂല എന്ന് പറഞ്ഞൊരു കർശന നിലവാരം എടുക്കുകയാണെങ്കിൽ 100% ഇവിടുത്തെ കൃഷി വിപുലമായി മുമ്പോട്ട് പോകുന്ന എൻ്റെ അഭിപ്രായം.